മഹാകുംഭമേളയെക്കുറിച്ച് ഗുരുതര ആശങ്കകൾ ഉന്നയിച്ച സമാജ്വാദി പാർട്ടി മേധാവിയും മുൻ യു.പി. മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് മഹാകുംഭമേളയ്ക്കൊരുക്കിയ ക്രമീകരണങ്ങളെ ചോദ്യം ചെയ്ത അദ്ദേഹം ബി.ജെ.പി. സർക്കാരിനോട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രയാഗ്രാജിലെ മതസമ്മേളനത്തിന് ശേഷം ഏകദേശം 1000 ഹിന്ദുക്കളെ ഇപ്പോഴും കാണാനില്ലെന്ന് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടു. മാത്രമല്ല, ഉത്തർപ്രദേശ് സർക്കാർ അവരെ കണ്ടെത്താൻ കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മഹാകുംഭമേളയും കുംഭമേളയും നമ്മൾ എല്ലാവരും വീണ്ടും വീണ്ടും ഓർക്കുന്നത് നല്ല കാര്യമാണ്. ഏറ്റവും വലിയ ചോദ്യം മഹാകുംഭമേള സംഘടിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് എത്ര ബജറ്റ് നൽകി എന്നതാണ് എന്നും അഖിലേഷ് ചോദിച്ചു. മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാർ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നതിനുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് ചെയ്തു നൽകിയത്. പലയിടത്തും ആളുകളെ തടഞ്ഞു. അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അവരെ അനുവദിച്ചില്ല എന്നാണ് സമാജ്വാദി പാർട്ടി മേധാവി പറയുന്നത്. കാണാതായ ആളുകളുടെ കുടുംബങ്ങൾക്ക് വേണ്ട സഹായം നൽകാൻ യോഗി സർക്കാരിനോട് അഖിലേഷ് ആവശ്യപ്പെട്ടു. ബി.ജെ.പിയും അവരുടെ പ്രവർത്തകരും കുടുംബങ്ങളെ നഷ്ടപ്പെട്ട ഭക്തരുടെ കുടുംബങ്ങളെയെങ്കിലും സഹായിക്കണം. ഏകദേശം 1000 ഹിന്ദുക്കളെ കാണാതായിട്ടുണ്ട്. കാണാതായ 1000 ഹിന്ദുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ബി.ജെ.പി. അവരുടെ കുടുംബങ്ങൾക്ക് നൽകണം. പ്രയാഗ്രാജിൽ ഇപ്പോഴും ധാരാളം പോസ്റ്ററുകൾ കാണാറുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും പങ്കിനെക്കുറിച്ചും അഖിലേഷ് വിമർശിച്ചു. മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാർ വാഹന പാർക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? നിരവധി IPS ഉദ്യോഗസ്ഥർ ഭക്തരെ ദർശനം നടത്തുന്നതിൽ നിന്ന് തടയുകയും ശരിയായ ക്രമീകരണങ്ങൾ ഇല്ലെന്ന് പറയുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു. കേന്ദ്രത്തിൽ നിന്ന് മഹാകുംഭമേളയുടെ നടത്തിപ്പിന് ലഭിച്ച തുകയുടെ കണക്കുകൾ ആരാഞ്ഞ മുൻ യു.പി. മുഖ്യമന്ത്രി ഇത് ഉടൻ പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയുടെ വിജയത്തിൽ യോഗി സർക്കാരിനെയും മറ്റ് സംവിധാനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് സഭയിൽ പ്രസംഗിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അഖിലേഷ് കടുത്ത ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നത്. പരിപാടി വിജയകരമാക്കുന്നതിൽ ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ഉത്തർപ്രദേശിലെ ജനങ്ങളുടെയും സംഭാവനകളെ മോദി പ്രശംസിച്ചു. മഹാകുംഭമേള ഇന്ത്യയുടെ ഉയർന്നുവരുന്ന ശക്തിയെയും ദേശീയ ആത്മവിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു. മഹാകുംഭമേളയിൽ ഇന്ത്യയുടെ മഹത്വം ലോകം മുഴുവൻ കണ്ടു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ വിജയത്തിന് സംഭാവന നൽകിയ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ നമിക്കുന്നു. മഹാകുംഭമേളയുടെ വിജയത്തിന് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പ്രയാഗ്രാജിലെ ജനങ്ങൾക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാകുംഭമേളയിൽ ഒരു ദേശീയ ഉണർവ് കാണാൻ കഴിഞ്ഞു. അത് പുതിയ നേട്ടങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു. നമ്മുടെ ശക്തിയെ സംശയിക്കുന്നവർക്ക് ഉചിതമായ മറുപടിയാണ് ഇതിലൂടെ നൽകിയത്. മഹാകുംഭമേള സംഘടിപ്പിക്കാൻ എടുത്ത മഹത്തായ പരിശ്രമത്തിന് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നുവെന്നും മോദി പറയുകയുണ്ടായി. ഇതോടെയാണ് ഗുരുതര ആരോപണം ഉയർത്തി അഖിലേഷും വിഷയം ചർച്ചയാക്കിയത്.